ലോകത്തിലെ ഏറ്റവും ദയാലുവായ ജഡ്ജി എന്നറിയപ്പെടുന്ന അമേരിക്കൻ ജഡ്ജിയും കോട്ടിൻ പ്രൊവിൻസ് എന്ന ടെലിവിഷൻ പരിപാടിയുടെ താരവുമായ ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. പാൻക്രിയാറ്റിക് ക്യാൻസറിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം. കോടതി മുറിയിലെ മനുഷ്യത്വം കൊണ്ട് വൈറലായ ജഡ്ജിയാണ് ഇദ്ദേഹം. അനുകമ്പ, വിനയം, മനുഷ്യരിലെ നന്മയിൽ അചഞ്ചലമായ വിശ്വാസം എന്നിവയാൽ പ്രിയപ്പെട്ടവനായിരുന്നു ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ. തൻ്റെ കോടതി മുറിയിലെ പ്രവർത്തനങ്ങളിലൂടെയും അല്ലാതെയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ലോകമെമ്പാടും പ്രശസ്തനാക്കിയത് ടെലിവിഷൻ പരിപാടിയായ കോട്ടിൻ പ്രൊവിൻസ് ആണ്. 2000 റോഡ് ഐലൻഡിലെ PEG ആക്സസ് ടെലിവിഷനിൽ ആരംഭിച്ച ഈ പരിപാടി പിന്നീട് ABC-യിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. കോടതി മുറിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, പ്രത്യേകിച്ചും ട്രാഫിക് ലംഘനങ്ങൾ പോലുള്ള ചെറിയ കേസുകളിൽ അദ്ദേഹം കാണിച്ച അനുകമ്പയും ഹാസ്യവും ആളുകൾ സ്വീകരിച്ചു. പ്രതികളോടുള്ള മനുഷ്യത്വപരമായ സമീപനമായിരുന്നു ഫ്രാങ്ക് കാപ്രിയോയുടെ വിധിന്യായങ്ങളുടെ പ്രത്യേകത. ചെറിയ വരുമാനക്കാർ, വൃദ്ധർ, രോഗികൾ, വിധവകൾ തുടങ്ങിയവരോട് അനുകമ്പാപൂർണമായ നിലപാടാണ് അദ്ദേഹം പുലർത്തിയത്. കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ കോടതിയിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പല നിയമലംഘനങ്ങളിലും കോടതി മുറിയിലെ കുട്ടികളെ കൊണ്ട് വിധി പറയിച്ചും അദ്ദേഹം ശ്രദ്ധ നേടി. പ്രോവിഡൻസിലെ ഇറ്റാലിയൻ അമേരിക്കൻ വംശജനായ ഫെഡറൽ ഹിൽ എന്ന സമുദായത്തിൽ ജനിച്ച അദ്ദേഹം എളിയ സാഹചര്യങ്ങളിലാണ് വളർന്നത്. പഴക്കച്ചവടക്കാരനായ പിതാവിൻ്റെയും ഗഹനാതയായ മാതാവിൻ്റെയും 3 മക്കളിൽ രണ്ടാമനായ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കഠിനാധ്വാനത്തിൻ്റെയും മാനസിക പ്രതിബദ്ധതയുടെയും മൂല്യങ്ങൾ പഠിച്ചെടുത്തിരുന്നു. കുട്ടിക്കാലത്ത് ഷൂ പോളിഷിംഗ്, പത്രവിതരണം എന്നിങ്ങനെ നിരവധി ജോലികൾ ചെയ്താണ് ഫ്രാങ്ക് കാപ്രിയോ വളർന്നത്. പ്രോവിഡൻസിലെ സെൻട്രൽ ഹൈസ്കൂളിൽ നിന്ന് 1953 ഗുസ്തിയിൽ സംസ്ഥാന ചാമ്പ്യനായി. 1970 റോഡ് ഐലൻഡ് അറ്റോർണി ജനറൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. 1985 പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയിൽ ജഡ്ജിയായി നിയമിതനായ അദ്ദേഹം 2023 വരെ ഈ സ്ഥാനത്ത് തുടർന്നു. 1965 ജോയ്സ് ഇ കാപ്രിയോയെ വിവാഹം കഴിച്ച ഫ്രാങ്കിന് 5 മക്കളുണ്ട്. 2023 ഡിസംബറിൽ തൻ്റെ 87ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ മെഡിക്കൽ പരിശോധനയിലാണ് ഫ്രാങ്ക് കാപ്രിയോയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ജന്മദിനങ്ങളിൽ ഒന്നല്ല എന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു. ബോസ്റ്റണിലെയും റോഡ് ഐലൻഡിലെയും മെഡിക്കൽ വിദഗ്ധരുടെ ചികിത്സയിൽ 6 മാസത്തെ കീമോതെറാപ്പിയും 5 റേഡിയേഷൻ ചികിത്സകളും അദ്ദേഹം പൂർത്തിയാക്കി. 2024 മേയിൽ ബാപ്റ്റിസ്റ്റ് ഹെൽത്ത് മിയാമി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവസാന റേഡിയേഷൻ ചികിത്സ പൂർത്തിയാക്കിയ അദ്ദേഹം ക്യാൻസർ ബെൽ മുഴക്കി തൻ്റെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 2025 ഓഗസ്റ്റ് 19 ആശുപത്രിയിൽ നിന്നുള്ള ഒരു വീഡിയോയിൽ തൻ്റെ ആരോഗ്യനില വളരെ മോശമായതായി അദ്ദേഹം വെളിപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ ആത്മാവിനെ ഉയർത്തും എന്ന് അദ്ദേഹം ലോകമെങ്ങുമുള്ള ഫോളോവേഴ്സിനോട് അഭ്യർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ 2025 ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 2:15 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.